ഹലോ ഗൈസ്, അബി ജെറോളാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ നമ്മുടെ ഫുൾ ഫാമിലിയായിട്ടൊരു ട്രിപ്പ് പോവുകയാണ്. സ്പോട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഗൈസ്, നമ്മുടെ ആലപ്പുഴയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ ഫുൾ ഫാമിലി ഉണ്ട്. ഫുൾ ഫാമിലി മീൻസ് നമ്മുടെ അച്ഛൻ്റെ വീടിൻ്റെ കുടുംബക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. അങ്ങനെ രാവിലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡിയായി. ഇതിപ്പോൾ കൃത്യം കറക്റ്റ് സമയം പറഞ്ഞാൽ 5:20 രാവിലെ എണീച്ച് കുളിച്ച് റെഡി ചെയ്താൽ സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി നേരെ വേളയിൽ പോകണം. വേളയെന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബ വീട് അവിടെയാണ്. അപ്പോൾ വേളയിൽ പോയിട്ട് അവരെ എല്ലാം പിക്ക് ചെയ്തിട്ട് വേണം നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. അങ്ങനെ അവസാനം വേളിയെത്തി. 6 മണിക്ക് ശേഷം അപ്പോൾ ആയിരിക്കണം കേൾക്കാൻ വായിക്കും. എല്ലാവരും എത്തി. തലേണ്ടി കയറും. എന്താണ് നമ്മുടെ വണ്ടി. മാമനും താടിയൊന്നുമില്ല, എല്ലാവരും തല കണ്ടട്ടെ. ഒന്ന് ഇവിടെ അമ്മ വേണി അല്ല, ഇവിടെ ഇവിടെ മോൻ കാണിച്ചു. 1 2 3 4 7 ഇത് കയ്യിരിക്കട്ടെ. എന്ത് കേട്ടോ അത് തോന്നക്കല് കൊട്ടലോടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നേരെ ആലപ്പുഴ പോണ വഴിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങാം. പിന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ, ഭയങ്കര മഞ്ഞ് രാവിലെ ഉണ്ടല്ലോ. ഫുഡ് അടിക്കാനുള്ള സ്ഥലത്തെത്തി. ഓക്കെ ഹായ്. ഫുഡ് കഴിക്കണ്ടേ? മക്കളെ ഫുഡ് കഴിക്കണ്ടേടാ. വിശക്കണോ? ഇല്ല വിശക്കണ ബാടാ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നമ്മളിപ്പോ എവിടെ എത്തിയത് കറക്റ്റ്? നീങ്ക പറയുന്നേ. എടി ചിന്ന വായിച്ചാണ്ട് എവിടെ? അങ്ങാൽക്കുളങ്ങര. നങ്ങാരിക്കുളങ്ങര ഹരിപ്പാട്. ഗൈസ്, നമ്മൾ നങ്ങാരിക്കുളങ്ങര ഹരിപ്പാടെത്തി അല്ലേ ചാപ്പി? നമുക്ക് പോകാം. നമുക്ക് പോയി ഫുഡ് അടിക്കാം. വിശക്കണം, നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഫുഡ് അടിക്കാം. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാൻ നല്ല സുഖമായിട്ട് ചാപ്പി നമുക്ക് പോയി ഗൈസ് ഹോട്ടലിൽ ഫുഡ് അടിക്കാം. അങ്ങാരിക്കുളങ്ങര ഹരിപ്പാടുള്ള റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാം. നമുക്ക് ഫുൾ ഫാമിലി ഇതിനകത്തൊക്കെ പോയിട്ടുണ്ട്. ഇതപ്പോ കിട്ടി അപ്പോൾ മുട്ടക്കറി കഴിക്കുന്ന ബിരിമോന്ന് എനിക്കൊരു ദോശ, ഒരു ലൈറ്റ് ദോശ, അപ്പോൾ മുട്ടക്കറി, ഇഡലി, അപ്പം, മുട്ടക്കറി, ദോശ, മുട്ടക്കറി, കടല, മുട്ട, വെജ്, ബീഫ് കറി, ബീഫ് ഫ്രൈ, ചിക്കൻ, ബീഫ് ഫ്രൈ. രാവിലെ മുട്ടക്കറി, അപ്പം, മുട്ടക്കറി. അവിടെ എന്താ മുട്ടക്കറി?
ഗൈസ് അങ്ങനെ നമ്മുടെ അപ്പം മുട്ടക്കറിയും വന്നു. ഇവിടുത്തെ മുട്ടക്കറിയുടെ കളർ ഉണ്ടല്ലോ, സെറ്റ് മുട്ട. ഇവിടെ ഞാൻ 2 അപ്പേ പറഞ്ഞോളൂ, 3 അപ്പം വന്നെന്ന് തോന്നുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. അപ്പം ശരം കറിയും എടുത്ത് വെച്ച് കഴിക്കാൻ പോകുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചു. കൊള്ളാം, കറി കൊള്ളാം. അപ്പം ഗൈസ് കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മളിനി പോവേണ്ട സ്ഥലമെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഹൗസ് ബോട്ടിങ്ങാണ്. നമ്മൾ ഫുൾ ഫാമിലി ടൂറായിട്ട് പോണത്. നമ്മളന്ന് എല്ലാവരും ഉണ്ട്. ഈ ഗോപുരമായി പോകുന്നതാണ് അച്ഛൻ. മഞ്ഞ ടീഷർട്ട് ശ്രീചേട്ടാ. ദൈവം ആട്ടം അറിയാം. അല്ല ശ്രീചേട്ടാ, എങ്ങനെയുണ്ട് യാത്ര? എന്തു ചേട്ടാ, എങ്ങനെയുണ്ട് ചേട്ടാ യാത്ര? അതാണ്ട് പറഞ്ഞു. അറിഞ്ഞമേ, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ചാട്ടം വിഷയ റൈഡായിരുന്നു ചേട്ടാ. നമ്മളെ തോമസ് ചേട്ടൻ. തോമസ് ബ്രോ ഒരു ഹായ് പറയൂ. ഹായ്, ഇതാണ് നമ്മളെ റൈഡർ. ആ തലയണ്ടി ആളെ കയറ്റ്. 1 2 രണ്ടാമത്തെ തല കയറ്. 2 ശ്രീചേട്ടൻ കയറ്. അച്ഛനനുസറ 3 കയറാ. കയറി കയറി. ഒന്നുകൂടെ പാട്. കയറി. ഓൾറൈറ്റ്. My father told me I was timid child. At the school they said I had no style. I was dreaming to be those cool kids, but I come to flock to my whole teenage life. Now I've been many places, so delicious. I used to cry over now, but now I'm not gonna. അങ്ങനെ ആലപ്പുഴ എത്തി. ഫിനിഷിംഗ് പോയിന്റിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. വേണ്ട, നമ്മളെ അമ്മക്ക് പോകാനുള്ള ബോട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അക്കരെ കിടക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ട് ആലപ്പുഴയുടെ അതിമനോഹരമായ ഹൗസ് ബോട്ടിൻ്റെ പക്കലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഗൈസ്, ഇത് കിടിലം വ്യൂ കേട്ടോ, കിടക്കും വ്യൂ. എൻ്റെ മോനെ ഗൈസ്, ഈ വരുന്നതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. ഉണ്ടാ എല്ലാവരും ഇവിടെ ബോട്ടിൽ പോകാനുള്ള ത്രില്ലാണല്ലേ. നമ്മളെ ബോട്ട് താറണ്ട തോന്നണം. അത് തന്നെ വേണ്ട, അത് വേണ്ട. അച്ചു ബാഗ് എടുത്താടാ, അത് നീ തൂയിക്കോണേ. എല്ലാം എടുത്താ. ആ തോമസ് ഏട്ടൻ പറഞ്ഞു. തോമസ് ഏട്ടൻ വന്നില്ലേ? തോമസ് ഏട്ടൻ ഉറങ്ങാൻ പോയോ? അമ്മ ആദ്യമായിട്ടാണ് അമ്മ ഹൗസ് ബോട്ടില്? ആദ്യമായിട്ടാണ്. അറിഞ്ഞമേ ഇവള് പലഹാരം കൊണ്ടുപോയി. നീ എന്തിനടി അറിഞ്ഞമേ ഇങ്ങനെ ഒരുമാതിരി? ബിന്ദു അപ്പച്ചിയെ കണ്ടില്ല? ആ അപ്പച്ചിയായിരിക്കും. അമ്മമ്മ ആര്? സുമാൻ്റിയുടെ 5 വർഷത്തെ ആഗ്രഹങ്ങളാണ്. നമ്മളെല്ലാവരും ഹൗസ് ബോട്ടിലോട്ട് കയറി കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ ഡ്രൈവർ. ഞങ്ങളുടെ പേര് ഷാജി. നമ്മൾ അങ്ങോട്ടൊക്കെ പോകാൻ കളയുന്നു. ചന്തങ്കരി, വേണാട്ടുകാട് കറങ്ങും. ഫുൾ കറക്കം തന്നെ. കായലെല്ലാം കയറി, വേണാട്ട് കായൽ കയറി, വേറെ കായൽ കയറി, കൈലേരി വഴി കറങ്ങിയൊക്കെ തിരിച്ചു. കിച്ചൺ ചിക്കൻ കറി ബൈ നാം യൂട്യൂബ് ദിലീപ് ബൈ ബൈ നാം ആകാശ് ബ്രോ യൂട്യൂബ് ചിക്കൻ കറി ടുഡേ സ്പെഷ്യൽ ചിക്കൻ. വേറെ ചോറ് ചിക്കൻ വേറെ മീനാണ് കരിമീൻ. ഓ കരിമീൻ, ചിക്കൻ കറി, ചോറ്. മിറർ സെൽഫിയാ സെറ്റ്. മിറർ സെൽഫി എടുക്കാം ഗൈസ്. ഇതാണ് എൻ്റെ അനിയത്തി. കണ്ടിട്ടില്ല? എൻ്റെ പേര് ഹായ് പറയടി. ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ വീഡിയോയിലും ഉള്ളത് കാണും ഇല്ലേ? ഈ മുഖം കാണി ചാച്ച ഹായ് ആണിരി. ഇത് അച്ചു ഫേമസ് ആണ്. നമ്മളെ മറ്റേ വീട്ടിൽ വെള്ളം കയറിയപ്പോൾ അച്ഛൻ. ഹായ് സുമന്റി, ഹായ് പറയണ്ടി. പേരൂടെ പറഞ്ഞോളൂ. സുഭദ്ര. ഹലോ. പേരൂടാ. പേര് മാലിനി. പേര് പറ. മാലിനി. പേര് പറ. പേര് പറ.
സാവിത്രി. ആ സാവിത്രി. നിന്റെ പേര് പറ. എന്റെ ബിനുകുമാർ. അച്ഛൻ ബോട്ട് എടുത്ത് ബോട്ടെടുത്താ അമ്മ ഞാൻ ചേട്ടൻ പരിചയപ്പെട്ടു. ഗൈസ് നമ്മളെ ബോട്ട് എടുത്ത് ഇച്ചപ്പാ ഫ്രണ്ടിൽ പോയി. നമ്മളിനി എങ്ങോട്ടാ ആദ്യം പോണ? നമ്മൾ ആദ്യമേ പോണത് നേരെ വേമ്പനാട്ട് കായലിലേക്കാണ്. ആദ്യം വേമ്പനാട്ട് കായലല്ലേ? നേരെ ഒന്ന് കായലിലേക്ക് ഇറങ്ങും. മോഹൻലാല് മുന്തിരിവള്ളികൾ തളർത്തപ്പെടുന്ന സിനിമയില്ലേ, അതിലൊരു കുട്ടനാട് കാണാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ഓ അവിടെയാണ് ആദ്യം പോണല്ലേ? അവിടെയാണ്, ആ ഭാഗത്തൂടെയൊക്കെയാണ് നമ്മൾ പോണത്. ആദ്യം മോഹൻലാല് തണ്ണീർമുത്തൻ മുന്തിരിവള്ളികൾ തളിക്കുമ്പോൾ സിനിമയിലെ മോഹൻലാല് വന്ന വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സൗണ്ട് തോമ. എന്റെ ജീവിതത്തിൽ പ്ലാപ്പറമ്പിൽ തോമ, മറ്റേ സൗണ്ട് തോമയിലെ ദിലീപിന്റെ അവിടെ കേട്ടോ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പോകുന്നത്. ഇച്ചാപ്പി അവിടെ. ഇച്ചാപ്പി ഹായ് പറ. ഹായ് പറ. ബോട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ, അടിപൊളി കേട്ടാ. ഡ്രിങ്ക്സ്, ഫസ്റ്റ് ഡ്രിങ്ക്സ് ഞാൻ എടുക്കട്ടാ. ഓക്കെ ഫസ്റ്റ് ഡ്രിങ്ക്സ് ജ്യൂസ് ചേച്ചി. വെൽക്കം ജ്യൂസാ. ഫോട്ടോഗ്രാഫർ നീന്താ അറിയാലേ? ഹായ് പറ. ഹായ് ചവി. നീന്താ അറിയാലേ? ഹായ് പറ. പിടിച്ചോ. ഹായ് പറ. ഉമ്മോട് ക്യാമറ ഉമ്മോട്. ഉമ്മോട് ഉമ്മ. ഫ്ലൈങ് കിസ് എടുക്കണ. ഫ്ലൈങ് കിസ് ഇങ്ങനെ. ഫ്ലൈങ് കിസ് ഉമ്മയല്ല, ഫ്ലൈങ് കിസ്. ഫ്ലൈങ് ഗുഡ് ബോയ്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആലപ്പുഴയുടെ ഒരു മഹിമയെന്ന് പറഞ്ഞാൽ അതിൻ്റെ തോണ്ട് ഒരു കിടുക്കാൻ ചേച്ചി പഠിക്കട്ടെ ഇറങ്ങിയുണ്ട്. അതാണ് ആലപ്പുഴയുടെ മഹിമ. അന്നെ വ്ളോഗ് ചെയ്യണോ? അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ബോട്ട് കൊണ്ട് ഇറക്കി. ഇവിടെ പിന്നെ കള്ളെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇറങ്ങി. ഷാപ്പ് ഇവിടെയാണ് കേട്ടോ. നമ്മൾ ഷാപ്പിൽ പോയി കള്ളെടുക്കാൻ പോവുകയാണ്. നമ്മളെ ശ്രീജു അണ്ണാണ് നമ്മളെ എല്ലാവരെയും വഴി എത്തിക്കുന്നത്. രവിയാമ്മ അവിടെ. എനിക്ക് അറിഞ്ഞൂടാ നോക്കാൻ. നമ്മളെ ഇതാണ് നമ്മുടെ ഷാപ്പ്. ഓക്കെ ഷാപ്പിൽ നിന്ന് കള്ളെടുക്കാൻ വന്നേക്കുന്നത് ഗൈസ്. ചേട്ടാ പേരെന്തിനാണ്? അനിൽകുമാർ ചേട്ടൻ്റെ ഷാപ്പിലാണ് നമ്മളിപ്പം. ഓ ചേട്ടാ ഏതൊക്കെ കള്ളാണുള്ളത്? ഏതൊക്കെയാണ് കള്ള? മൂത്തതാ? നമുക്ക് ഒരു ബോട്ടിലാ കൊണ്ടുവന്നു. അതിലിട്. രാവിലത്തോണോ വൈകുന്നേരത്തോണോ? അപ്പം നമ്മൾ കള്ള് മേടിച്ച് അപ്പോൾ നമുക്കിനി കള്ള് പിടിച്ച് ഇവിടെ കിടന്ന് കൂത്താണ്. ഓക്കെ കള്ളും കക്കയിറച്ചിയൊക്കെ മേടിച്ച് നമ്മളെ ബോട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ ചേട്ടാ ഞങ്ങൾ പോയിട്ട് ചാച്ചാ നമ്മളിവിടെ നിന്നാണ് കേട്ടോ കള്ളെടുത്താ. ഓക്കെ ആണ്ട് ഇതിനകത്ത് മീനുണ്ട് കേട്ടോ. ആറ്റുകൊള്ളാണെന്ന് തോന്നുന്നു. മീൻ്റെ പേരറിയാന്നുള്ളൊരു കമൻറ്റ് ചെയ്താ കണ്ടല്ലേ. നമ്മൾ ബോട്ടിൽ കയറണേ. ബോട്ടിൽ കയറിക്കാം. ഓക്കെ കിളിയുടെ പരവറിയുമ്പോൾ ഭാവാനം കടവിൽ
മുന്തച്ചാണ് നിങ്ങൾക്ക് നീന്താ അറിയാട്ടാ? അറിയോ ശ്രീചേട്ടാ? നിങ്ങൾക്ക് നീന്താ അറിയാട്ടാ? ശ്രീചേട്ടാ നിങ്ങൾക്ക് നീന്താ അറിയാമോ? നിങ്ങൾക്ക് നീന്താ അറിയാമോ? എങ്ങനെ രക്ഷിക്കാം? ആരെ ഇപ്പൊ ഒരാൾ ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കോ? നിഖിൽ ചേട്ടാ, നിങ്ങൾ ആരെങ്കിലും വീണേ നിങ്ങൾ രക്ഷിക്കോട്ടാ? മോനെ വ്യൂ അല്ലേ? ആ കാല് പൊള്ളണേ, എന്തൊരു വെയിലാട്ടോ ഇവിടെ. വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം ഗൈസ്, നല്ല രസമുണ്ടാട്ടോ. ഫസ്റ്റ് ടൈം എങ്ങനെയുണ്ടോ അച്ചു? വേറെ കഴിവല്ലേ എൻ്റെ അമ്മേ, അത് തന്നെ വ്യൂ മോനെ. ഫോട്ടോ കൊണ്ട് അടുപ്പിച്ചത് ഈ ഒരു സൈഡിലായിട്ടാണ്, കണ്ടല്ലോ. ഇങ്ങനെ ഒരു വ്യൂവിലാണ് നമ്മുടെ ഫോട്ടോ കൊണ്ട് അടുപ്പിച്ചത്. ഇനി നമ്മൾ കഴിക്കാനായിട്ട് പോകാനുള്ള സെറ്റപ്പാണ്. അച്ചു, ഇതെന്താ ആമ്പലാടാ ഇത്? ആമ്പല് അവസാനം ഊഞ്ഞാല അച്ഛാ. ഓ കണ്ടോ, ബോട്ട് അടുപ്പിച്ചിരിക്കുന്ന സ്ഥലം കണ്ടോ, എന്ത് വ്യൂ ആണോ നോക്കണം. സെറ്റ് വ്യൂ. നമ്മുടെ 1 ഡേ ട്രിപ്പാണ്. നമ്മൾ മാക്സിമം പൊളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഉച്ചവരെ ആയി. ഉച്ചവരെ ഫുൾ ബോട്ടിലും കാര്യങ്ങളായിരുന്നു. എല്ലാവരും ചില്ലൗട്ടായി അല്ലേ? എല്ലാവരും ചില്ലൗട്ടായി സെറ്റായി ഇരിപ്പുണ്ട്. ഇനി നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പം നമുക്കിനി നേരെ ഈ മീൻ കപ്പ ഉണ്ടാകുന്ന ഞാൻ കണ്ടില്ല. ഞാൻ എന്തായാലും ആദ്യം വന്നുകൊണ്ട് അടുക്കളയിലാണ് ഗൈസ് പോയി നോക്കിയത്. നോക്കിയപ്പോൾ നമ്മൾ 2 ഭായിമാർ 2 പേരും കൂടെ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കരിമീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്കിനി നേരെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഇനി ഇവിടെ നിന്ന് പോയി. ഇനി അടുത്ത ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അതിലേക്ക് വഴി കൂടെ ഒക്കെ ഇനി പോകും. ആർക്കറിയാം അത് വഴി പോകുന്നു. ഇനി അങ്ങനെയൊക്കെ പോകും. കാലൊക്കെ നല്ല ചൂടതോ, നല്ല പൊള്ളലുണ്ട്. ചാർജ് ഇല്ല. അപ്പോൾ കേബിള് ബാബാങ്കി ചാർജ് ചെയ്തതാ. നമ്മളെ ബോട്ടിൻ്റെ വീട് ഐസ് കണ്ടല്ലോ. ഇതാണ് നമ്മളെ കായലരിക്കത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലും സുന്ദരി പെണ്ണ് കെട്ടിന കുളികട് ഒരു മല കണ്ട് ചേരണ. ആ കേബിള് പോയല്ലോ. ഫുഡ് കഴിക്കാൻ പോകാം. പറ്റിയ ഷൂ അടക്കണ വയ്ക്കാണ്. ഇതവിടെ നീ ചെരുപ്പ് വാവ്. എത്ര രൂപ ഇത്? ചെടിയിലെ വെള്ളത്തിൽ കാലിട്ട് വയ്ക്കാൻ കേട്ടോ. അച്ഛാ ഫോട്ടോ ഇട്ടീരാ അച്ഛാ. ഷാബി ഒരുമിച്ചിരിക്കാൻ പറ്റൂല. ഈ ഫ്രെയിം കൊള്ളാം കേട്ടാ. അടിപൊളി. കൊള്ളാം. ഇഷാപ്പിയോടെ ചാപ്പിയായി. എത്ര ബോട്ട് വന്നോ നോക്കിയാ. മക്കളെ രവി പൊന്തിരി മക്കളെ വിളിക്കണ. എന്തിനു വിളിക്കണ? എല്ലാവരും ക്യാമറ പറഞ്ഞു എന്തോന്ന് വിളിക്കണ? ഉറക്കെ പറ. ആ കണ്ടാ, അവന്റെ അപ്പൂപ്പ അവനെ വിളിക്കണ ചെക്കാന്നാണ് വിളിക്കണത്. ഓ ചെക്കാന്നാണ് വിളിക്കണത്. ഫുഡ് സാമ്പാർ, ചോറ്, ചിക്കൻ കറി, പയറ്, തോരൻ, കള്ള്, സ്വിച്ച്. എല്ലാവരും ചോറ് കഴിക്കാൻ റെഡിയായോ? സ്പെഷ്യൽ സാധനം. കരിമീൻ ചുട്ടതാ, പൊള്ളിച്ചത്, ഫ്രൈ. തെങ്ങിച്ചാരി നിൽക്കുന്ന കഥാനായകൻ. ഇത് കാണുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ. എന്തിന് മറ്റേ മമ്മൂട്ടി വള്ളത്തിലൊക്കെ ഒരു പാട്ടൊക്കെ പാടില്ലേ? ഒരു പാട്ട് ഉണ്ടല്ലേ? അതിനാ പാട്ടെന്തിനായിരുന്നു? തെക്കേ പാടം.
തെക്ക് തെക്കേ പാടം. പിന്നെ ഇനി ഇങ്ങനെ ഒരു നമുക്ക് യാത്ര ഇപ്പോഴൊന്നും ഇല്ല ഗൈസ്. അടുത്ത ബോട്ട് അപ്പുറത്ത് ഒതുക്കി. ഇവിടെ ഫുഡ് കഴിക്കുന്ന ഒരു ബാച്ച്. നിങ്ങൾ കഴി അമ്മ കഴിയാം. കറിയുന്ന അപ്പച്ചി മരുമാനം അപ്പച്ചി കുഞ്ഞമ്മയൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. വാവ്. അച്ഛൻ മീൻ എങ്ങനെ ഉണ്ടോ? കുഴപ്പമില്ലേ? ഫുഡ് സെറ്റ് അല്ലേ? അപ്പച്ചി എങ്ങനെയുണ്ട്? അപ്പച്ചി എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാം. ചോറ്, ചിക്കൻ, കാര്യം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കരിഞ്ഞു പയർ എല്ലാം കൂടെ കുഴച്ച് പിന്നെ ഇടിക്കാം. ഓക്കെയോ? പിടിക്കല്ലേ? നല്ല രുചിയുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ ആഹാരം കഴിച്ചതിന് ശേഷം നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതെ, ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇറങ്ങാൻ പോകണം. ഞങ്ങൾ ഇറങ്ങാം. അപ്പോൾ ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ ബോട്ട് എടുക്കാൻ പോകണേ. നമ്മളാ ബോട്ട് എടുത്ത് ഗൈസ് ഇനി അടുത്ത ഏരിയയിലോട്ട് പോവുകയാണ് കേട്ടോ. ഗൈസ്, വൈകുന്നേരത്തെ ചായക്കപ്പോ വൈകുന്നേരത്തെ വാഴക്കപ്പോ ചായ അല്ലേ ചോ? വൈകുന്നേരത്തെ ചായ. വാഴക്കപ്പം ചായ. ചായ കുടിച്ചോ? ഒരു വാഴക്കപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? ജീരകം അച്ഛൻ വാഴക്കപ്പം വേണം. ജീരകം. ഗൈസ്, അങ്ങനെ ഒടുവിൽ നമ്മൾ കരയ്ക്കെത്തി. രാവിലെ പോയിടത്തു നിന്ന് നമ്മൾ വന്ന് തിരിച്ചവിടെ തന്നെ എത്തി. അങ്ങനെ നമ്മളിവിടെ രാവിലെ മുതൽ ഈ സമയം വരെ സഹകരിച്ച ഈ രണ്ട് ചേട്ടന്മാരായിരുന്നു നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ. പൊളിച്ച് കേട്ടാ, നല്ല ഫുഡായിരുന്നു കേട്ടാ.
അപ്പോൾ ഇവരായിരുന്നു നമ്മളെ കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി ചിലവഴിച്ചു. നമ്മളെ ബോട്ടിന്റെ നെയിം ഒന്നുകൂടെ പറഞ്ഞു ഞങ്ങളെ. വെനീസ. അപ്പം ഇവിടെ വരുന്നെങ്കിൽ തീർച്ചയായും വെനീസ ബോട്ടിൽ കയറണം അല്ലേ? പല റൂട്ടുകളിലും അങ്കിള് കൊണ്ടെത്തിച്ചു തരുമല്ലേ? ഓക്കെ. അപ്പം അങ്കിളുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡബിൾ ഉണ്ട്, 6 റൂമിന്റെ ഉണ്ട്, 4 റൂമിന്റെ ഉണ്ട്. ഹൗസ് ബോട്ടിന്റെ ഡീറ്റെയിൽസ് ആണ് അങ്കിൾ പറയുന്നത്. ഓക്കെ. അപ്പം അങ്കിളിന്റെ ഫോൺ നമ്പറും കോൺടാക്ട് ചെയ്യാൻ ഞാൻ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ അങ്കിളെ നമ്മൾ ഇനി വീണ്ടും വരും. ഓക്കെ, വരും, വന്നിരിക്കും. ഓട്ടോ ഓണേ. ഓക്കെ നമ്മൾ വന്ന ബോട്ട് അതാ പോണു. അത് റെക്കോർഡ് പിന്നെ റെക്കോർഡ് ചെയ്യണം സൗണ്ട്. നമ്മുടെ ബോട്ട് ഇറങ്ങി നമ്മൾ ഇനി നമ്മളെ ടെമ്പോ എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് യാത്ര അയക്കുകയാണ് അല്ലേ നന്ദി ചേട്ടാ? നമ്മൾ ബീച്ചിലോട്ട് പോകാൻ പ്ലാൻ ഉണ്ടോ? അടുത്ത് നമ്മൾ ബീച്ചിലോട്ട് പോകാൻ പ്ലാൻ ഉണ്ട്. അച്ചുകൊണ്ടാ പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ടെങ്കിൽ വാ. നടന്നു എല്ലാവരും കുളംകര, കുളം കര, കുളം കര, കുളംകര. ദൈവമേ എന്തിനാണ് ഹ്യൂമാനിറ്റിയിലൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ അതൊക്കെ വീഡിയോയിൽ വരും എല്ലാവരും അല്ലേ? വീഡിയോയിൽ വരും, പിന്നെ വരും. ആ അതിന് ഷെയർ ചെയ്താൽ മതി. ആ വെള്ളം കണ്ട് അമ്മ കുളംകര വെള്ളത്തിൽ ഇറങ്ങാൻ. ഓ ഇവിടെ അത്രയും വെള്ളം. തേങ്ങറ പോട്ട് പോട്ട്. ചറക്കലുണ്ട്. ഇതാണ് സ്പോട്ട്. പിന്നെ എന്ത് നമ്മുടെ വണ്ടി ഇതാണ് ഗൈസ്, ഈഗിൾ. അമ്മ പിടിച്ചു വാ, മാറി കൊണ്ട്. നമ്മളിവിടെ സ്ഥലം വിടുക. തോമസ് ഏട്ടാ ഇരുന്ന് ബോറടിച്ചാ? തീർച്ചയായും. ഇതാണ് ഈഗിൾ. എങ്ങനെ ഉണ്ടായിരുന്നു മാമ? അടിപൊളി. പൊളിച്ചടിക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. കള്ളൊക്കെ വാങ്ങിച്ച് ഓടിച്ച് പൊളിച്ചടി. അപ്പൊ ഇനി അടുത്ത വണ്ടി കയറിട്ട് കാണാം. ഗൈസ്, വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ്. എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു വ്ളോഗ് ചെയ്തതിലും ഇന്നിങ്ങനെ ഒരു ട്രിപ്പ് പോയതിലെല്ലാം. എന്തോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗൈസ്. പിന്നെ ഇപ്പം പെട്ടെന്നായിരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിൽ എടുക്കാനൊന്നും പറ്റിയില്ല. ആകെ മൊത്തം ക്ഷീണിച്ച് ഇപ്പം തന്നെ നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അയ്യോ നല്ല ഉറക്കം വന്നു വയ്യ. അത് കറക്റ്റ് 11 എന്തായാലും. അപ്പോൾ ഇനി കിടന്ന് ഉറങ്ങട്ടെ. ഇനിയിപ്പം നാളെ ഉച്ചയ്ക്ക് എണീറ്റാൽ മതിയല്ലോ ഗൈസ്. അപ്പം ഓക്കെ.